മനസ്സ് തളരുമ്പോൾ എന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ഈ പരിപാടിക്ക് വിഷയമായി തീരുമാനിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ കേൾക്കുമ്പോഴെല്ലാം നമ്മൾ പലപ്പോഴായി പങ്കുവച്ചൊരു കാര്യമാണ്, ഇതെന്നെക്കുറിച്ചാണല്ലോ, ഇതെൻ്റെ വിഷയമാണല്ലോ, ഇതെന്നോടാണല്ലോ പറയുന്നത്, ഇതെൻ്റെ പ്രശ്നത്തിന് പരിഹാരമാണല്ലോ എന്ന് ഖുർആൻ പ്രഭാഷണങ്ങളും ഖുത്ബകളുമൊക്കെ കേട്ടപ്പോൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം നാം വിശദീകരിക്കേണ്ടതില്ല. നിർവചനങ്ങൾക്ക് ഒതുങ്ങാത്ത ഒരു വലിയ സമസ്യയാണ് മനസ്സ്. അതുകൊണ്ട് തന്നെ ആ മനസ്സിൻ്റെ സൃഷ്ടികർത്താവായ അള്ളാഹു ആ മനസ്സിനോട് സംസാരിക്കുകയാണല്ലോ വിശുദ്ധ ഖുർആനിലൂടെ. മനസ്സിൻ്റെ നാഥൻ മനസ്സുകളോട് സംവദിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും സ്വാധീനിക്കപ്പെടുകയും അതെന്നോടാണെന്ന് തോന്നുകയും ചെയ്യുന്നതിൽ ആശ്ചര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകൾ വ്യാകുലപ്പെടുന്ന ഇത്തരമൊരു സന്ദർഭത്തിലും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾക്ക് നമുക്ക് ചില ആത്മധൈര്യം പ്രദാനം ചെയ്യാൻ പറ്റും. മറ്റെവിടെ നിന്നും നമുക്ക് ലഭിക്കാത്ത ചില വെളിച്ചം നമുക്ക് കിട്ടും. കാർമേഘങ്ങൾ ഒഴിയും, ദുഃഖങ്ങൾ നീങ്ങും, ആത്മധൈര്യം തിരിച്ചു കിട്ടും. തളരാത്ത മനസ്സോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ആത്മധൈര്യം പകരും. ഇന്ന് ഈ ഒരു പരിപാടി സംസാരിക്കുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവസാനമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ കേട്ട ഒരു ശബ്ദം, അതിൽ നിന്ന് ഒരു പക്ഷേ ഇന്ന് നമുക്ക് തുടങ്ങാനാകും. 3 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സഹോദരി ഒരു വീഴ്ചയുടെ ആഘാതത്തിൽ അബോധാവസ്ഥയിലായി. 3 മാസം അവർ ഗർഭിണിയായിരുന്നു. ഏതായിരുന്നാലും ഈ അബോധാവസ്ഥയിൽ ആ കുട്ടി അബോർഷനായി പോകും, ആ കുട്ടി വളരില്ലെന്ന് തന്നെയാണ് ഡോക്ടർമാരും എല്ലാവരും തീരുമാനിച്ചത്. പക്ഷേ 6 മാസം എത്തി. കുട്ടിക്ക് 6 മാസമാകുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ അബോധാവസ്ഥ തുടരുകയാണ്. കുട്ടി പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. അങ്ങനെ കുട്ടിയുടെ വളർച്ച പൂർത്തിയായപ്പോൾ ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന സഹോദരിയുടെ വയറിൽ നിന്നും ഗർഭപാത്രത്തിൽ ആ കുട്ടിയെ സിസേറിയനിലൂടെ പുറത്തെടുത്തു. കുട്ടിയെ കിട്ടിയതിന് ശേഷം ആ കുട്ടിയെ മുല കൊടുക്കുന്നതിന് വേണ്ടി മാറോട് ചേർത്ത് വെച്ചപ്പോൾ കണ്ണുകൾ പോലും ചലിപ്പിക്കാതെ കിടന്നിരുന്ന ആ സ്ത്രീ മെല്ലെ കൈ പൊക്കി ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു എന്നാണ്. ആ ചേർത്ത് പിടിക്കാൻ വേണ്ടി കൈകൾ ചലിച്ചത് അവർ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ആദ്യപടിയായിരുന്നു. പതുക്കെ 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 അവർ പൂർണ്ണമായ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് കഥ. പേര് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. എന്തായിരുന്നാലും പത്രങ്ങളിൽ നിന്നും വ്യക്തമായി വന്ന ഒരു സംഭവിച്ച സംഭവം തന്നെയാണിത്. ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം മനസ്സാണ്. അബോധാവസ്ഥയിൽ നിന്നും ബോധാവസ്ഥയിലേക്ക് വരുവാൻ ആ മനസ്സിൻ്റെ ചെറുബോധത്തെ ഉദ്ദീപിപ്പിക്കുവാനും പൂർണ്ണ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള ചെറിയൊരു പ്രതീക്ഷ, ഒരു പ്രതീക്ഷയ്ക്ക് എന്തുമാത്രം വലിയ ശക്തി ഉണ്ടെന്ന് ഇവിടെ നാം അറിയുകയാണ്. തൻ്റെ കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ള ആ ഒരു പ്രതീക്ഷ, ആ ഒരു അറിവ് മനസ്സിനെ വീണ്ടെടുക്കാനും ആ മനസ്സിലൂടെ ശരീരത്തെ വീണ്ടെടുക്കാനും അവർക്ക് കഴിഞ്ഞു എന്ന അത്ഭുത കാര്യം. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികൾ നമുക്ക് എത്രയോ നഷ്ടങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. ആ നഷ്ടങ്ങളുടെ ആഴം പറയാനാവാത്തതാണ്. ചില ആളുകൾക്ക് ആ നഷ്ടം ജീവനെയാണ് നഷ്ടപ്പെടുത്തിയത്. മനസ്സിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് ആത്മഹത്യകളായി, രോഗങ്ങളായി, അതേപോലെ തന്നെ തളർച്ചകളായി, സ്ട്രോക്കായി, അറ്റാക്കായി, അങ്ങനെയാണ്. ഇന്ന് ഒരു വാർത്ത ഞാൻ കേട്ടു. ഒരു സുഹൃത്തിനെ, വിദേശത്ത് ജോലി ചെയ്യുന്നൊരു സുഹൃത്തിനെ അദ്ദേഹം എന്തോ നിയമവിരുദ്ധമായ എന്തോ അയാളുടെ വാഹനത്തിൽ കടത്തി. അങ്ങനെ ബോർഡറിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ആളുകളും അയാളുടെ ഓണേഴ്സും ഒക്കെ ബന്ധപ്പെട്ട് അയാളെ കേസൊക്കെ കഴിഞ്ഞാൽ മോചിപ്പിക്കാൻ കഴിയും. കുറച്ച് കാലമൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷേ ജയിലിലെത്തി
വളരെ സമയം കഴിയും മുമ്പ് അയാൾ അറ്റാക്കായി മരിക്കുകയാണ് ചെയ്തത്. ഇന്ന് അദ്ദേഹം ഈ ലോകത്തില്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് നാം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രഗത്ഭനായ പ്രായമായ ഒരു ഡോക്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കോവിഡ് കൊണ്ട് മാത്രം ആരെങ്കിലും മരിച്ചോ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. കോവിഡ് കൊണ്ട് മാത്രം ആരെങ്കിലും മരിച്ചോ? മറ്റൊരു അസുഖവും ദേഹത്തിനില്ലാത്ത ഒരാൾ കോവിഡ് വന്ന് ആ കോവിഡിൻ്റെ കാരണം കൊണ്ട് മാത്രം മരിക്കാൻ ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയണത്. വേറെ എന്തെങ്കിലും രോഗങ്ങൾ അയാൾക്കുണ്ട്, അതോടൊപ്പം കോവിഡ് വന്നപ്പോൾ മരണത്തിലേക്ക് നീങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടായിരിക്കണം മരണത്തിൻ്റെ സംഖ്യ കുറയുവാനുള്ള കാരണവും. ഇവിടെയെല്ലാം ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിനാണ്. ഒരു ചെറിയ ടെൻഷൻ നമുക്ക് വരുമ്പോഴേക്കും നമ്മുടെ ശ്വസന പ്രക്രിയകൾക്ക് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ശരീരത്തെ ആസകലം സ്വാധീനിക്കും. അതിൻ്റെ ഒരു കുറവ് നമ്മൾ അറിയും. ആ അസ്വസ്ഥതകൾ ആരംഭിക്കുമ്പോൾ എനിക്കെന്തോ സംഭവിക്കുന്നു എന്ന് തോന്നും. അത് ശാരീരികമായ മാറ്റങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഏതുമാവട്ടെ, മനസ്സു തളരരുതേ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. വലാ തഹിനൂ വലാ തഹ്സനൂ വലാ തഹിനൂ വലാ തഹ്സനൂ. നിങ്ങൾ ദുർബലരാവരുത്, ദുഃഖിക്കരുത്. ദുർബലരാവരുത്, ദുഃഖിക്കരുത്. തളർന്നു പോകരുത്. എന്നെക്കൊണ്ട് കഴിയില്ലെന്ന് പറയരുത്. അതാണല്ലോ സംഭവിക്കുന്നത്. ചില പ്രതിസന്ധികൾ മുന്നിലെത്തുമ്പോൾ ഇതിനെ ഞാൻ മറികടന്ന് മുന്നോട്ട് പോവില്ലെന്ന് നമ്മുടെ മനസ്സ് പറയുകയാണ്. അവിടെ അയാൾ മുങ്ങും, അയാൾ തളരും, അയാൾ പിറകോട്ടടിക്കും. വലാ തഹ്സനൂ. പിന്നെന്താ? നമ്മുടെ മനസ്സിനെ തളർത്താൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഒട്ടേറെ ചരിത്രങ്ങളും കഥകളും നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് മകൾക്ക് അങ്ങനെ സംഭവിച്ചു, മകൻ അങ്ങനെ സംഭവിച്ചു, അന്ന് വാപ്പക്ക് അങ്ങനെ സംഭവിച്ചു, അന്നത്തെ കച്ചവടത്തിന് ഇങ്ങനെ സംഭവിച്ചു. 100 കൂട്ടം പോയി. ആ വീട് അന്ന് വിറ്റുപോയി, ആ വാഹനം അന്ന് നഷ്ടപ്പെട്ടു പോയി, അന്നത്തെ അപകടത്തിൽ ഭാര്യ തളർന്നു പോയി. എന്തൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ 1000 വേദനിക്കുന്ന ഓർമ്മകൾ ദുഃഖങ്ങളായി മനസ്സിൽ നിൽക്കുന്നു. ആ ദുഃഖങ്ങൾ ഇന്ന് മനസ്സിനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിസന്ധികൾക്ക് മുന്നിൽ നമ്മൾ ദുർബലരാകുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ്? വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. എപ്പോഴാണ് സഹോദരങ്ങൾ ഇത് പറഞ്ഞത്? നമ്മളൊക്കെ ചോദിക്കും, എനിക്ക് എന്തേ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരാൻ, ഇങ്ങനൊരു പ്രതിസന്ധി വരാൻ, ഞാൻ എന്ത് തെറ്റേ ചെയ്തു എന്നൊക്കെ ആൾക്കാർ ചോദിക്കല്ലേ. ഈ ആയത്തെ എവിടെയാണ് പറഞ്ഞതെന്നറിയാം സുഹൃത്തുക്കളെ? ഉഹദ് യുദ്ധമാണ് രംഗം. ഉഹദ് യുദ്ധമെന്ന് പറഞ്ഞാൽ അവിടെ വന്ന അപമാനം ദീനിനാണ് വന്ന അപമാനം. ഒറ്റയും തെറ്റയുമായി അങ്ങാടികളിലും വീടുകളിലും ആക്രമിച്ചും ബഹിഷ്കരിച്ചും നാട് കടത്തിയും മർദ്ദനങ്ങളുടെ ഒരു ദശാബ്ദ കാലഘട്ടം. അതല്ലേ മക്കയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അനുഭവിച്ചത്? അത് കഴിഞ്ഞ് ഹിജ്റ 2-ാം വർഷത്തിൽ മുസ്ലിങ്ങൾ അവിടെ ശക്തി തെളിയിച്ചു. അവിടെ നിലനിൽപ്പിനുള്ള അവകാശത്തെ അവർ ശത്രുക്കളെ ബോധ്യപ്പെടുത്തി. അതാണ് ബദർ. ശത്രുനിരയിലെ പ്രമുഖന്മാരായ ഏറ്റവും വലിയ നേതാക്കന്മാരായ ഒരു വലിയ തലമുറ തന്നെ ആ യുദ്ധത്തിൽ അവർക്ക് നഷ്ടമായി. അത്ര വലിയൊരു പ്രതിസന്ധി ശത്രുക്കൾക്ക് സൃഷ്ടിച്ചപ്പോൾ അവരന്നു ചെയ്തൊരു വാഗ്ദത്തമാണ്, ഒരു പ്രതികാര പ്രസ്താവനയാണ് കാണിച്ചു തരാൻ. അങ്ങനെയാണ് തൊട്ടടുത്ത വർഷം ഉഹദിലെത്തുന്നത്. അവിടെ ആഗ്രഹം സാക്ഷാത്കരിക്കുകയാണ്. വിജയിച്ച യുദ്ധം പരാജയത്തിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന് ഭീഷണി വരികയാണ്. ഒട്ടനവധി പ്രതിസന്ധികൾ, ധാരാളം ആളുകൾ മരണപ്പെട്ടു, മുറിവേറ്റവരായി ഒട്ടേറെ ആളുകൾ, ശത്രുക്കളുടെ പരിഹാസങ്ങൾ. എന്തേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകാതിരുന്നത്? എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പ്രയാസങ്ങൾ. സുഹൃത്തുക്കളെ, വിശ്വാസികൾക്ക് ഒരു താക്കീത് നൽകാൻ, ഒരു ഉത്ബോധനം നൽകാൻ, ഒരനുസരണക്കേടിൻ്റെ ആഴം മനസ്സിലാക്കി കൊടുക്കാൻ
അള്ളാഹു ഉഹദ് എന്ന യുദ്ധത്തെ പരാജയപ്പെടുത്തുകയാണ്. അത് പ്രവാചകനാണ് യുദ്ധം നയിക്കുന്നത്. ഇസ്ലാം വളർച്ച പ്രാപിക്കുന്ന ആദ്യ ഘട്ടമാണ്. പക്ഷെ 100 കൂട്ടം പ്രതിസന്ധികൾ ഒന്നിച്ചു വന്ന് മുറിവേറ്റ് രക്തസാക്ഷികളായി കിടക്കുമ്പോൾ അള്ളാഹ് പറയാണ്, വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈ പ്രതിസന്ധിയിൽ ദുർബലരാവാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല. നിങ്ങളാണ് വിശ്വാസികളെങ്കിൽ ഏറ്റവും ഉന്നതർ എന്ന് അള്ളാഹു പറയുകയാണ്. എന്താണ് സുഹൃത്തുക്കളെ നമുക്ക് നൽകുന്ന പാഠം? ഉറപ്പാണല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനസ്സുള്ള ഞാനും മനസ്സുള്ള നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുമോ? എന്തെങ്കിലും ചില പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിനെ തളർത്താതിരിക്കുമോ? പക്ഷെ അള്ളാഹു പറയുന്നു, വിശ്വാസികളാണോ എങ്കിൽ ആ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് പ്രതിരോധിക്കാനാകും. അതിനർത്ഥം വിശ്വാസികൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല, ദുഃഖം വരില്ല, അവർ കരയില്ല, അവർക്ക് ടെൻഷൻ വരില്ല എന്നൊന്നും അർത്ഥമല്ല. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റും, പിടിച്ചു നിൽക്കാൻ പറ്റും. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും വിശ്വാസം കൊണ്ട് തന്നെ. അതാണ് ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളാണെങ്കിൽ എന്ന് പറയാൻ കാരണം. അതിൻ്റെ സന്ദർഭം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ശത്രുക്കൾ മുഴുവനും തങ്ങൾക്കെതിരായി തിരിഞ്ഞു, ഘോര യുദ്ധം നടക്കാൻ പോവുകയാണ്. ധാരാളം ആളുകൾ രക്തസാക്ഷികളാകും, പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ശത്രുവിൻ്റെ ഭീകരതകളെക്കുറിച്ച് പറയുമ്പോൾ അവർ പേടിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അങ്ങനത്തെ വാർത്തകളല്ലേ നമ്മളെയും വ്യാകുലപ്പെടുത്തുന്നത്, അല്ലേ? ഇന്ന് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ഭയത്തിന് പിന്നിലുള്ളത് എന്താണ്? നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന വാർത്തകൾ, കോവിഡിനെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ, ഇവിടുത്തെ ഭരണകൂടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തെല്ലാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ടെക്സ്റ്റായി വായിക്കുന്നു, വോയിസായി കേൾക്കുന്നു, എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുകയല്ല വേണ്ടത്. പ്രതികൂലതകൾ കടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഈമാനിൻ്റെ ശക്തി വർദ്ധിച്ചു വരിക തീരുക. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഊ ലക്കും. ജനങ്ങൾ അവരോട് പറഞ്ഞു, ആളുകൾ, ശത്രുക്കൾ സംഘടിച്ചിട്ടുണ്ട്, അവർ നിങ്ങൾക്കെതിരെ ഘോരമായ അക്രമങ്ങൾക്ക് ഒരുങ്ങിയിട്ടുണ്ട്. ഫഖ്ശൗഹും, പേടിച്ചോളൂ, പേടിച്ചോളൂ, പേടിച്ചോളൂ എന്നാണ് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടൂ, ഭയപ്പെടൂ. ഇതാണ് എല്ലാ സന്ദേശങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭയപ്പെടൂ, ഭയപ്പെടൂ എന്ന സന്ദേശമാണ്. സുഹൃത്തുക്കളെ, ഭയപ്പെടൂ, ഭയപ്പെടൂ എന്ന് പറയുന്ന ഈ സന്ദേശം കേൾക്കുമ്പോൾ പേടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഏതാ പേടിക്കേണ്ടത്? ഇത് നമ്മുടെ പേടികളൊക്കെ എന്താ വെച്ചാൽ വരുമെന്ന് ഉറപ്പില്ലാത്ത പേടികളാണ്. ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അറിയാത്ത പേടികളാണ്. നാം ഭയപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷയുടെ 100 കാര്യങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് നേർക്ക് നേരെ ശത്രുക്കൾ റെഡിയായി ആയുധസജ്ജരായി വരും എന്ന് പറഞ്ഞപ്പോൾ ഫഖ്ശൗഹും ഫസാദഹും ഈമാന. അപ്പം എന്താ ഉണ്ടായത്? നിങ്ങൾ അവർക്ക് വിശ്വാസം വർദ്ധിച്ചു, ഈമാൻ വർദ്ധിച്ചു. അവരുടെ ഈമാൻ വർദ്ധിച്ചു. ഈമാൻ വർദ്ധിച്ചിട്ട് അവർ പറഞ്ഞെന്താ അറിയോ? വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി. എത്ര നല്ല ഭരമേൽപ്പിക്കുന്നവനാണ് അല്ലാഹു. ഞങ്ങൾക്കൊരു പേടിയില്ല. കാരണം ഏതു ശക്തികളും ഏത് പ്രതികൂലങ്ങളുടെയും ശക്തി എത്രയുണ്ടോ അതിനെ നേരിടാൻ ഞങ്ങൾക്കുള്ള സംരക്ഷകനായ അള്ളാഹുവിൻ്റെ ശക്തി അതിൻ്റെ 10 മടങ്ങാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എല്ലാം തീരുമാനിക്കുന്ന, എല്ലാത്തിനും കഴിയുന്ന പടച്ചവനിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് പ്രതികൂലമായി വരുന്ന ഏത് കാര്യങ്ങളെയും നേരിടാൻ അവൻ അള്ളാഹു ഉണ്ടെന്നുള്ള ഈമാൻ, എന്തെങ്കിലുമൊക്കെ ഒരു വഴി അള്ളാഹു ഉണ്ടാക്കും. അള്ളാഹു ഒന്നിൻ്റെ മുന്നിലും പരാജയപ്പെടുന്നവനല്ല. എല്ലാ കാര്യത്തിനും അള്ളാഹു അതിജീവിക്കുന്നവനാണ് എന്നൊരു വിശ്വാസിക്ക് ബോധമുണ്ടാവുകയും അത് പറയുകയും ചെയ്താൽ ഒരു വിശ്വാസിക്ക് എന്താണ് സഹോദരങ്ങൾ അവിടെ ഒരു പ്രശ്നമുണ്ടാവുന്നത്? അപ്പോൾ പ്രതികൂലതകൾ വരുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയും മനസ്സിന് ആത്മധൈര്യം വർദ്ധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈമാനിൻ്റെ തെളിവാണ്. തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള മനഃശക്തി അത് നമ്മുടെ ഈമാൻ്റെ തെളിവാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് കേവലം ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മാത്രമല്ല, വിശ്വാസത്തിൻ്റെ ഒരു അടയാളം നമ്മളിൽ ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ ഒരു വിഷയം. അതായത് കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ, വ്യക്തിപരമായ പ്രതിസന്ധികൾ, ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴും
ഇതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോഴും നമ്മുടെ ഈമാൻ വർദ്ധിച്ച് അതിനെ നേടുവാനുള്ള ശക്തി നമ്മൾ ആർജിക്കണം. എന്താണ് ഇതിൻ്റെ കാരണം അറിയും? മനസ്സ്, അതല്ലേ സുഹൃത്തുക്കളെ പ്രധാനം. അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാം നമുക്ക് പ്രതികൂലമാണെന്നാണ്. പക്ഷെ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് കാര്യങ്ങളെ പരിശോധിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയുങ്ങൾ, അതൊക്കെ ഹൈറായിട്ടാണ് കാണുക. ഇന്ന അമ്രഹു കുല്ലഹു ലഹു ഹൈർ എന്ന് പറഞ്ഞില്ലേ, അത് വിശ്വാസിക്ക് മാത്രമുള്ള കാര്യമാണ്. എല്ലാം ഹൈർ. എല്ലാം ഹൈർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണേണ്ടത് ഇന്ന് വന്ന ഈ മാരകമായ രോഗം ഹൈർ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് നൽകുന്ന ദുഃഖം ഹൈർ, ജോലി നഷ്ടപ്പെട്ടത് ഗുണം, നിങ്ങളുടെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ ഗുണം. ഇന്ന അംറഹു കുല്ലഹു ലഹു ഹൈർ, എല്ലാം ഹൈർ. എങ്ങനെ ഹൈറാവണത്? എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഹൈറാകണത്? ഹൈറാണത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ യഥാവിധി വിലയിരുത്തുമ്പോൾ നമുക്കത് ഹൈറായിരിക്കും. ഒരു സംശയമില്ലാതെ നമുക്ക് ദോഷമെന്ന് പറയാൻ പറ്റിയൊരു കാര്യം ഉദാഹരണമായിട്ട് എടുക്കുക. 100% ദോഷകരമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു കാര്യം എന്താണ്? യുദ്ധം. അതല്ലേ യുദ്ധം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം ചില ഘട്ടങ്ങളിൽ യുദ്ധം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ നമ്മൾ എന്താണ് പറയണത്? അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കി. കുത്തിബ അലൈക്കുമുൽ ഖിതാൽ, യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. വഹുവ കുറുഹുൻ ലക്കും, നിങ്ങൾക്കത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം യുദ്ധം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ, ഒരു നാട് മുഴുവൻ നശിക്കാൻ യുദ്ധമല്ലേ. യുദ്ധം എന്തൊക്കെയാണ് ഉണ്ടാക്കുക? സാമ്പത്തിക പ്രതിസന്ധികൾ, ജീവനഷ്ടം, ഭയം, എന്തൊക്കെ ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷേ ആ യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു. എന്നിട്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? നിങ്ങൾക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹൈറായിരിക്കും. അല്ലേ? കോവിഡ് ബാധിച്ച ഒരാൾ മരിച്ചു, അയാൾ രക്തസാക്ഷിയാണ്. നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയ ഹതഭാഗ്യം എന്നാണ് വിലയിരുത്തുന്നത്. അല്ലേ? അതല്ലേ വിലയിരുത്തുന്ന സുഹൃത്തുക്കളെ? ജീവിതത്തിൽ എന്താണ് അങ്ങനെ അല്ലാത്തത്? നാം എന്തിനെക്കുറിച്ചെല്ലാം പ്രതികൂലമായി ചിന്തിക്കുന്നു അത് മുഴുവൻ നമുക്ക് അനുകൂലമായ കാര്യമാണ്. അല്ലേ? ഒരു അംഗവൈകല്യം നാളെ ഹൈറല്ലേ സുഹൃത്തുക്കളെ? അതൊരു ഗുണമാണ് ഉണ്ടാവുന്നത്. ഒരു വൈധവ്യം, വിധവയായി ജീവിക്കുക, നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ തിരോധാനത്തെ, മരണത്തെക്കുറിച്ച് ദുഃഖിച്ച് കഴിഞ്ഞുകൂടാ, മറക്കാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ. ഒരു സൊഫി, പ്രിയപ്പെട്ട ഒരാൾ പിടിക്കപ്പെട്ടു, സ്വർഗാണ്. വിശ്വാസത്തിൻ്റെ നിലയിൽ വിലയിരുത്തുമ്പോഴാണ്. ഇപ്പോൾ യുദ്ധത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? കണ്ടവനൊക്കെ പിടിച്ച് അങ്ങാടിയിൽ നിന്ന് കൈകാര്യം ചെയ്തിരുന്ന അവസ്ഥക്ക് ബദർ മാറ്റമുണ്ടാക്കി. ബദർ യുദ്ധം മാറ്റമുണ്ടാക്കി. സുഹൃത്തുക്കളെ, യുദ്ധം സമാധാനത്തിന് വേണ്ടിയാണ്. സമാധാനത്തിന് വേണ്ടിയല്ലാത്ത യുദ്ധം അക്രമമാണ്. യുദ്ധങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ്. ആയുധ സജ്ജീകരണങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ്. യുദ്ധം നശീകരണത്തിന് വേണ്ടിയുള്ളതല്ല. ധാരാളം ഗുണങ്ങൾ അതിനുണ്ട്. ചിലപ്പോൾ നിരന്തരമായി ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് ഒരു സമാപനമായിരിക്കും ഒരു യുദ്ധം എന്നത്. എന്നിട്ട് അടുത്ത വാക്കെന്താണ്? അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ദോഷമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗുണമാണെന്ന് വിചാരിച്ച് എത്രയെത്ര കാര്യങ്ങൾ സുഹൃത്തുക്കളെ നമുക്ക് തിരിച്ചനുഭവമായി. പക്ഷെ അവിടെ എന്താ പ്രശ്നം കാര്യങ്ങൾ? നമ്മൾ പ്രത്യക്ഷമായി ദോഷമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം വരുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഹൈറാന്ന് വിചാരിച്ച കാര്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുക എപ്പോഴറിയോ? അത് ഹൈർ അല്ലായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രം, നമുക്ക് ഗുണമായിരുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മളപ്പോൾ ആശങ്കപ്പെടുകയുള്ളൂ. എന്നിട്ട് അള്ളാഹു പറഞ്ഞ അടുത്ത വാക്കെന്തറിയോ? നമുക്കൊരു കാര്യത്തെ വിലയിരുത്താൻ പറ്റില്ല സുഹൃത്തുക്കൾ. നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രതികൂലതകളെയും തീർത്തും നമുക്ക് പ്രതികൂലമാണെന്നോ നമുക്കെതിരാണെന്നോ ദോഷമാണെന്നോ പറയാൻ നമുക്ക് പറ്റില്ല. എന്തുകൊണ്ട്? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു അറിയും, നിങ്ങൾ അറിയുന്നില്ല. അല്ലാഹു അറിയും, നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ അറിയുന്നില്ല എന്ന് അല്ലാഹു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വിലയിരുത്തിയെടുത്ത് വളരെ വലിയ തെറ്റ് നമുക്ക് തന്നു.
സംഭവിച്ചു. കുട്ടികളില്ലാതെ ആയ ആൾ എനിക്ക് ദോഷമാണെന്ന് വിചാരിച്ചു. ദോഷമാണോ ഇല്ലയെന്ന് കുട്ടികളെ തരാതിരുന്ന അള്ളാഹുവിനാണ് അറിയുക. നമുക്കറിയില്ലല്ലോ, നമുക്കറിയില്ല. അള്ളാഹു അറിയുന്നു, നമുക്ക് അറിയുന്നില്ല എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് അറിയുന്നവൻ. അതുകൊണ്ട് നമുക്ക് എന്തേ പറ്റുള്ളൂ? മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അള്ളാഹ് നമ്മളെ കൊണ്ടുപോകുന്നൊരു വഴിക്ക് ഇങ്ങനെ പോവുക. എങ്ങനെ ഞാൻ ഇവിടെ എത്തിയത്? നമ്മൾ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ എത്തിയത് അള്ളാഹ് കൊടുന്നതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവാനുള്ളതും ആരെൻ്റെയാണ്? അള്ളാഹു എന്നെ കൊണ്ടുപോകും എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റണം. സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ധൈര്യം കൊടുക്കുമ്പോൾ എന്ത് വിഷമവും പ്രതികൂലത ഉണ്ടെങ്കിലും അതിലൊക്കെ എനിക്ക് ഗുണകരമായ പര്യവസാനങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ തീരുമാനം പുലരാതെ എനിക്കറിയില്ലല്ലോ എന്ന ശുഭപ്രതീക്ഷയോടുകൂടെ നിൽക്കുക. അപ്പോൾ ക്ഷമ കിട്ടും. അപ്പോൾ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് പറ്റുന്നതാണ്. അതുകൊണ്ടാണ് വിശ്വാസികളും പ്രവാചകന്മാരുമായ ആളുകൾ എന്ത് ചെയ്തു തരുങ്ങൾ? അള്ളാഹു നിന്ന് പ്രതികൂലമായ കാര്യങ്ങൾ അനുഭവപ്പെടുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കുകയാണ് ചെയ്യുക. നമ്മളെന്തെങ്കിലും ഇല്ല സാമ്പത്തിക അവസ്ഥക്ക് ചെറിയൊരു കുറവ് വന്നു, കുറച്ച് രോഗങ്ങളിലും ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങുമ്പോൾ നമ്മളെന്താണ്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടല്ലേ ചെയ്യുക. എന്നാൽ അവരൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അവർക്കൊക്കെ പ്രതീക്ഷ വർദ്ധിക്കുക ചെയ്യുക. ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. എവിടെ അറിയോ? മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഹാറൂൻ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു വെച്ചാൽ അവിടെ ആളുകൾ പശുക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചു. അപ്പോൾ അത് നേരിടുന്ന കാര്യത്തിൽ ശരിയായ ഒരു നിഷ്ഠ പുലർത്തിയില്ലേ എന്നൊരു സംശയത്തിൻ്റെ പേരിൽ കുറച്ച് ദേഷ്യത്തിലാണ് എന്ത് ചെയ്ത് മൂസാ നബി അലൈഹി സ്വലാം ഹാറൂൻ നബി അലൈഹി സ്വലാം പെരുമാറിയത്. അങ്ങനെ ആ സംഭവത്തിന് ശേഷം ഒരു ഖേദപ്രകടനം എന്നോണം മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കുണ്ട് ഖുർആനിൽ, കാല റബ്ബി ഗഫിർലി വലി അഖി, അല്ലാഹുവേ എനിക്കും എൻ്റെ സഹോദരനും നീ പുറത്തു തരണം. വ അദ്ഖിൽനാ ഫീ റഹ്മതിക്, നിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ പടച്ചോനെ. എന്നിട്ടോ വ അൻത അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവൻ നീയാണ്. ഏറ്റവും കരുണ ചെയ്യുന്നവൻ നീയാണെന്നാണ് മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ പാദത്തിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാം, മാരകമായ രോഗം ചില പണ്ഡിതന്മാർ പറഞ്ഞ വലിയ ബാധയാണ് അദ്ദേഹത്തിന്, വലിയ പ്രതിസന്ധി രോഗങ്ങളാണ് വന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്. എന്നിട്ടോ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പടച്ചോനെ നീ എന്തെന്നോട് ഇങ്ങനെ ചെയ്തു എന്നല്ലല്ലോ സുഹൃത്തുക്കളെ ചോദിക്കുന്നത്. മറിച്ചെന്താണ്? അയ്യൂബ് നബി തൻ്റെ രക്ഷിതാവിനെ വിളിച്ചു, അന്നീ മസ്സനയൽ നുർ വ അൻത അർഹമുർ റാഹിമീൻ, എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചു റബ്ബേ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനല്ലേ എന്നാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവോട് പറയുന്ന വാക്ക്. അപ്പോൾ സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്ക് വർദ്ധിയെന്തോ കാര്യമായ അനുഗ്രഹങ്ങൾ എനിക്ക് അള്ളാഹു തരും എന്നുള്ള ശുഭപ്രതീക്ഷകളാണ് പ്രതികൂലതകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും അധികം വേണ്ടത് എന്നുള്ളതാണ്. എങ്ങനെയാണ് വലിയ പ്രതിസന്ധികളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക? അവിടെയാണ് സുഹൃത്തുക്കളെ പ്രതീക്ഷകൾക്കുള്ള സ്ഥാനം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, തനിക്കൊരു കുഞ്ഞുണ്ടാകുന്നു എന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഒരു പ്രതീക്ഷയുടെ ചെറിയൊരു തീപ്പൊരി, ഒരു ചെറിയ തീനാളം, അത് ഒരു ജീവിതത്തെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന നമ്മൾ കാണും. അപ്പോൾ പ്രതീക്ഷയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അള്ളാഹുവിൻ്റെ വാഗ്ദത്തങ്ങളിൽ പ്രതീക്ഷിക്കണം. അള്ളാഹു പരിഹരിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷ നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. അതാണ് നേരത്തെ പറഞ്ഞതിലും നമ്മൾ കണ്ടു, വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാകുന്നു ഏറ്റവും ഉന്നതർ വിശ്വാസികളാണെങ്കിൽ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വിശ്വാസം കൊണ്ട് നമുക്ക് ഉന്നതരാവാൻ പറ്റും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ. അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് ധാരാളം കാര്യങ്ങൾ പറയും. ഈ പ്രതീക്ഷകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ വീടുകളിൽ പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യമാണെന്ത്, നല്ല കരുത്തുള്ള 28-30 ഒക്കെ വയസ്സായിട്ടുള്ള നല്ല യുവാക്കൾ. ഈ യുവാക്കളൊക്കെ എന്താ പറയുക, വെറുതെ വീട്ടിൽ വാതിലടച്ചിരിക്കുക, ഒരു കാര്യത്തിനും പോവാതിരിക്കുക. എന്താണ് സുഹൃത്തുക്കളെ ഈ നിഷ്ക്രിയത്വത്തിന് പിന്നിലുള്ളത്? എല്ലാവരും ചോദിക്കലുണ്ട്. ആ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കളുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. എത്രയൊക്കെയോ പ്രതീക്ഷയുള്ള കാര്യത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും ആരോഗ്യമുള്ള അവസ്ഥയിൽ വെറുതെ ഒരു റൂമിൽ വാതിലടച്ചിങ്ങനെ ഇരിക്കുക, മൊബൈൽ നോക്കിയിരിക്കുക, ബ്ലാങ്കറ്റ് പുറച്ചിങ്ങനെ കിടക്കുക.
ഇതിൻ്റെ കാരണം എന്താ നിങ്ങൾ ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. കുറേ ജോലിക്ക് ശ്രമിക്കും, നടക്കൂല. കുറേ കോഴ്സുകൾക്ക് പഠിക്കും, ഇവിടെ എത്തൂല. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിരാശ ഉണ്ടല്ലോ. ഈ നിരാശക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ ഇന്ന റജ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? യൂജിബുൽ അബ്ദി അസ്സഅയ വൽ ഇജ്തിഹാദ്. അതായത് ഭയങ്കരമായ ത്യാഗവും പരിശ്രമവും നടത്തുവാനുള്ള അവസ്ഥ നൽകും എന്ത് പ്രതീക്ഷ. ആ പ്രതീക്ഷകളില്ല. നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ഡ്രൈവർക്ക് തോന്നുകയാണെന്നത് ഞാൻ ഒന്നങ്ങോട്ട് ശ്രമിച്ചാൽ ആ മരത്തിനോട് ഇടിച്ചിട്ടോ ആ മതിലിനോട് ഇടിച്ചിട്ടോ തൽക്കാലം ഈ വണ്ടി നശിച്ചാലും ഈ ആൾക്കാരെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അയാൾ മനസ്സിലേക്ക് വന്നാൽ അയാൾ എന്ത് ചെയ്യും? വീണ്ടും ക്ലച്ചും ബ്രേക്കും ഒക്കെ നോക്കിയിട്ട് അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടിയെ എത്തിക്കാൻ ശ്രമിക്കും. എന്നാൽ ആക്സിഡൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനി കിടന്നൊടുക്കല്ലാതെ വേറെ രക്ഷയില്ലാതെ അയാൾക്ക് തോന്നിയാലോ മൊത്തം ആളുകൾ അതോടുകൂടെ തീരും. അതല്ലേ അതൊരു വല്ലാത്തൊരു സംഗതിയല്ലേ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തോന്നണമെങ്കിൽ പ്രതീക്ഷ വേണം. പ്രതീക്ഷ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പം പല ആളുകളും മനസ്സ് നിരാശപ്പെട്ട് തടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ? ചില നിരന്തര പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു പോകുമ്പോഴാണ്. അവിടെ ജോലിക്ക് ചേർന്നു അത് ശരിയായില്ല, ഇവിടെ ഒരു കോഴ്സിന് ചേർന്നു അത് ശരിയായില്ല, അവിടെ വിവാഹം കഴിച്ചു അത് ഡൈവേഴ്സായി, അങ്ങനെ നിരന്തര പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ വെച്ചാൽ ഇനി ഒരു രക്ഷയില്ല എന്നൊക്കെ തളർന്നു പോകും. എന്നാൽ സുഹൃത്തുക്കളുടെ നിരാശയോ എന്താ ഉണ്ടാക്കുക? ഇങ്ങനെ ഒതുങ്ങി തൂങ്ങി ഭാരമായി ഇരിക്കാനാണ് തോന്നുന്നത്. അതേപോലെ ഒന്നിക്കും രാവിലെ നീക്കണമെങ്കിൽ തന്നെ 10 മണിയാവും. കാരണം എന്താ? ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ എന്താ പ്രതീക്ഷകളാണ്. എങ്ങനെ പ്രതീക്ഷ ഉണ്ടാകുക സുഹൃത്തുക്കളെ? എങ്ങനെ പ്രതീക്ഷ ഉണ്ടാകുക? അള്ളാഹു നമുക്ക് തന്ന വാഗ്ദത്തങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു വിചാരമാണത്. എന്താണത്? ഇന്നല്ലാഹ തആല യുഫർരിജു കുർബഹു, അവൻ്റെ എന്ത് ബുദ്ധിമുട്ടുകളെയും അള്ളാഹു ശരിയാക്കി കൊടുക്കും. അള്ളാഹിനൊരു പരിഹാരമുണ്ട്. ഏതെങ്കിലും വഴിക്ക് അള്ളാഹു എൻ്റെ കാര്യങ്ങളെ ശരിയാക്കി തരുമെന്നുള്ളൊരവസ്ഥയാണ്. നോക്കൂ നിങ്ങൾ, എന്തെങ്കിലും എനിക്കൊരു നല്ല അവസ്ഥ വരും എന്ന ഒരു ഉറച്ച ബോധം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ കാലദൈർഘ്യമോ പ്രതികൂലതയുടെ തീവ്രതയോ രോഗത്തിൻ്റെ വേദനയോ ഒന്നും നമ്മളെ നിരാശപ്പെടുത്തൂല. അതിനുദാഹരണമാണ് രണ്ടാമത്തെ മകനും നഷ്ടപ്പെട്ട വിവരം കിട്ടിയപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്താണ് മക്കളോട് പറഞ്ഞത്? യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീഹി. പൊന്നു മക്കളെ, നിങ്ങൾ ചെല്ലി, നിങ്ങൾ പോയി എന്നിട്ട് യൂസുഫിനെയും സഹോദരനെയും അന്വേഷിക്കും. ഏതാ യൂസുഫ്? വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആ യൂസുഫിനെ അന്വേഷിക്കും. ഇപ്പം നഷ്ടപ്പെട്ടു പോയ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കൂ. എന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കൾ കൊടുക്കുന്നൊരു കാര്യം എന്താ അറിയോ? യൂസുഫ് എത്ര വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആളാണെങ്കിലും ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലെന്ന് നിങ്ങൾ പറയരുത്. വലാ തൈഅസൂ മിർ റൗഹില്ലാ, അള്ളാഹു തരുന്ന ആശ്വാസത്തെക്കുറിച്ച് നിരാശപ്പെടരുത്. ആർക്കാ അതിന് പറ്റുക? ജീവിതത്തിൽ ഒരാഗ്രഹം വർഷങ്ങളും മാസങ്ങളും നീണ്ട കാത്തിരിപ്പിലും സാക്ഷാത്കരിക്കാതെ വരുമ്പോൾ സുഹൃത്തുക്കളെ നിരാശപ്പെട്ടു പോകൂലേ? പക്ഷെ നിരാശ എന്നുള്ള ഒന്നുണ്ടാകണ എപ്പോഴാണ്? അള്ളാഹുവിനും എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെന്നാണ് നിരാശപ്പെടുന്നവൻ്റെ ആശയം. അങ്ങനെ ഒന്നുണ്ടാവും. അള്ളാഹുവിന് പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടാവും. അതുകൊണ്ട് ഒരു വിഷയത്തിലും എത്ര തന്നെ പ്രതികൂലത ഉണ്ടായാലും പറ്റില്ലെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഒരു സുഹൃത്ത് എനിക്ക് വോയിസായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സംശയം ചോദിച്ചു. എന്താ പറയുക, അയാൾ കുട്ടികളുണ്ടാവണില്ല. ആ പരിശോധന നടത്തിയപ്പോൾ എന്താ വെച്ചാൽ കൗണ്ട് 0 ആണ്. കൗണ്ട് 0 അപൂർവമായിട്ടാണ് കാര്യം. കാരണം ഇതിൽ കൗണ്ടേ ഇല്ല അയാളെ സെമണിൽ. അപ്പോൾ എന്തായിരിക്കും ആ അവസ്ഥ? അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ്. ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന അർത്ഥമുണ്ടോ? അദ്ദേഹത്തിന് ന്യായമായ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് ദുർബലത കൊണ്ടല്ല, മറിച്ച് എന്താണെന്ന് വെച്ചാൽ ചോദിക്കാൻ കാരണം എന്തെങ്കിലും നമ്മളൊരു കാര്യം നമ്മളുടെ ഒരു കാരണത്തെ ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ ചോദിക്കേണ്ടതെന്നാണ്. അങ്ങനെയല്ല സുഹൃത്തുക്കളെ, നമുക്ക് ചെയ്യാവുന്ന വശം ഉണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യാണ്ട് അതാണ് ഇപ്പോൾ ചികിത്സക്ക് പോയി നോക്കിയില്ലേ, മെഡിസിൻ കഴിച്ചു നോക്കിയില്ലേ, അതല്ലേ ചെയ്യാനുള്ളൂ. നമുക്ക് ചെയ്യാനുള്ള വശങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അള്ളാഹ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വന്ധ്യത
ഉള്ളൊരാൾ പിന്നെ പ്രാർത്ഥിക്കണ്ട എന്നാണോ? അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്, സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്, വക്കാനത് ഇംറഅതി ആഖിറ ഫഹബ് ലീ മിൻ ലദുൻക വലിയ. അവിടെ എടുത്തു പറയുന്നുണ്ട് എൻ്റെ ഭാര്യ വന്ധ്യയാണ്, മച്ചിയാണ്. എൻ്റെ ഭാര്യ വന്ധ്യയാണ് എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. വക്കാനത് ഇംറഅതി ആഖിറ ഫഹബ് ലീ മിൻ ലദുൻക വലിയ. എൻ്റെ ഭാര്യ മച്ചിയാണ്, വന്ധ്യയാണ്, പക്ഷേ എനിക്കൊരു അനന്തരാവകാശിയെ തരണം പടച്ചോനെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, വന്ധ്യത അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പരിഹാരമുണ്ടാവും എന്നുള്ളതാണ്. എന്നോ കിണറ്റിലെറിയപ്പെട്ടു പോയ മകൻ തിരിച്ചു വരുമെന്നാണ്. മരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു വരാം. മരിച്ചു എന്നൊരു വിവരം കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു വരും എന്ന പ്രതീക്ഷ. അപ്പോൾ സഹോദര, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾക്ക് എന്ത് പ്രശ്നമാണുള്ളത്? അതിനൊരു പരിഹാരമുണ്ടാകും, അതിനൊരു പരിഹാരമുണ്ടാകും എന്ന് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എങ്കിൽ അതാണ് മനസ്സ് തളരാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ ആയുധം, അതാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നതൊക്കെ. നിങ്ങൾ ശത്രുക്കൾ ഇങ്ങനെ ശക്തി പ്രാപിച്ചു വരികയാണ്, ഫാസിസം വളർന്നു വരികയാണ്. എല്ലാ രംഗത്തും എന്താണ് ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ നശിപ്പിക്കുവാൻ, വംശഹത്യ ചെയ്യാൻ ഓരോ പുതിയ കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ന്യൂസൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആലോചിച്ചിട്ട് കാര്യമില്ല, അതല്ലേ എല്ലാവരും പറയണത്. ഇനി കാര്യം അങ്ങനെ പറഞ്ഞ് കേട്ടില്ല നമ്മൾ? വിശ്വാസികളായ ആളുകൾ തന്നെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, ശത്രുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. ആദർശത്തിൻ്റെയും മുസ്ലിം വംശത്തിൻ്റെയും ശത്രുക്കളുടെ വിജയങ്ങൾ കാണുമ്പോൾ, ശക്തി കാണുമ്പോൾ, അവിടെ ഭരണ സ്വാധീനങ്ങൾ കാണുമ്പോൾ ശത്രുവിനെ കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. അപ്പോൾ നമുക്ക് മാത്രം ബാധകമല്ല ഈ ആയത്ത്, നമുക്ക് മാത്രം ബാധകമല്ല ഈ ആയത്ത്. എന്താ സുഹൃത്തുക്കൾ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ കാര്യം, ആളുകൾ ചോദിക്കും നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കും. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അധസ്ഥിതാവസ്ഥ പരിഹരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹിനെ സഹായിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണ് സുഹൃത്തുക്കളെ? എന്താണ് ഒന്നാമത്തെ കാര്യം? ബിൽ ഖിയാമി ബിദീനിഹി, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുക. അതുകൊണ്ട് ഓരോ മുസ്ലിമും ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായി നിർവഹിക്കുന്നുണ്ടോ? നമ്മുടെ ദീനിന് നേരെ വാളോങ്ങുമ്പോൾ, അതിനെ നശിപ്പിക്കുവാൻ ഗൂഢമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരു മുസ്ലിം ആദ്യം നോക്കുന്നത്, ഞാൻ അള്ളാഹുവിനെ സഹായിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ ദീനിന് അള്ളാഹു പറഞ്ഞൊരു ഗൗരവം ജീവിതത്തിൽ നൽകാൻ എനിക്ക് പറ്റുമെന്ന്. രണ്ടാമത്തേതോ വദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള പ്രബോധനം. അള്ളാഹുവിലേക്കുള്ള പ്രബോധനം അല്ലേ? പള്ളി പൊളിക്കാൻ വേണ്ടി പള്ളിയുടെ മുകളിൽ കയറി ഏറ്റവും ആദ്യത്തെ കൊട്ടുകൊട്ടിയ ആൾ, അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല, ഇന്ത്യയിലുടനീളം അദ്ദേഹം പള്ളികളെ പുനർനിർമ്മിക്കാൻ നടത്തുക. അതാണ് ദഅവത്ത് എന്ന് പറഞ്ഞത്. അതാണ് ദഅവത്ത് എന്ന് പറഞ്ഞത്. പ്രവാചകന് നേരെ വാളോങ്ങിയവൻ പ്രവാചകനിലേക്ക് വരുന്ന വാളുകളെ തടുക്കാൻ പരിചയമായി ശരീരം കാണിച്ചു കൊടുത്ത് നിൽക്കുന്ന രംഗം ചരിത്രത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ വളരെ വലിയ പരിഹാരമാണ് സുഹൃത്തുക്കളെ. എന്താ സംശയമുള്ളത്? ഇസ്ലാമിൻ്റെ ഈ സുന്ദരമായ ആദർശങ്ങളെ, ആശയങ്ങളെ ലോകത്ത് അതിവേഗത്തിൽ ആൾക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളും ശത്രുവിനെ തലവേദന സൃഷ്ടിക്കുന്ന വേറൊരു കാര്യമുണ്ടോ? പറയും. അതിനേക്കാളും ശത്രുവിന് തലവേദന സൃഷ്ടിക്കുന്ന വേറൊരു കാര്യമുണ്ടോ? അതിനെന്താ നമുക്ക് പ്രയാസം? ഇന്ന് സോഷ്യൽ മീഡിയകൾ അത്ര വ്യാപകമാണ്. ആരിലേക്ക് നമുക്ക് മെസ്സേജ് കൊടുക്കാം, ആർക്കും നമ്മുടെ സന്ദേശം എത്തിക്കാം. നോക്ക് നിങ്ങൾ, ഈ മതിലിന് അപ്പുറത്തുണ്ടായ നമ്മുടെ അയൽവാസിയോട് ദീൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്കൊരു ചെറിയ ചമ്മൽ. എങ്ങനെയപ്പോൾ അത് തുടങ്ങുക? അതെങ്ങനെ അവനോട് പറയാം? പക്ഷേ നോക്ക് നിങ്ങൾ, വാട്സപ്പിലേക്കൊരു ചെറിയ കുറിപ്പ് വിട്ട്, ഒരു വോയിസ് വിട്ട് ഒന്ന് കേൾക്കൊണ്ടു എന്ന് പറയാൻ ഇന്നൊരു പ്രശ്നമില്ലല്ലോ. അയാൾ കേട്ടിട്ട് എന്തായിക്കോട്ടെ, എന്ത് പ്രതികരിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നമല്ല അല്ലേ? ഇന്നതിന് പറ്റും, അതിർത്തികളില്ല. അപ്പോൾ അത്
ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, എന്താണ് ഞാനും നിങ്ങളും ഈ ദീനിൻ്റെ പ്രബോധന രംഗത്ത് നിർവഹിക്കുന്നത്? വലുവായ ഒരായത്തെങ്കിലും ആൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുവരുവാനുള്ള പഠനങ്ങളും അതേപോലെ തന്നെ മാറ്റങ്ങളും നമുക്കുണ്ടാവുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യമായിട്ടാണ് എന്ത് പറഞ്ഞത്? വജിഹാദു അഅദാഇഹി, അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അതിൻ്റെ നിയമപരിധികൾക്ക് നിന്നുകൊണ്ട്, നേതൃത്വം നിന്നുകൊണ്ട്, ശരഈയായ അതിൻ്റെ അനുവാദം പരിശോധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഇസ്ലാമികമായ നിലക്കുള്ള ജിഹാദിനെ ആഹ്വാനം ചെയ്യുന്ന അപ്പോഴാണ്. ഇതിന് മൂന്നിനും നിങ്ങൾ തയ്യാറാണോ? അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന് അള്ളാഹു പറയുന്നു. നമുക്കെന്താണ് അള്ളാഹുവിൻ്റെ വാഗ്ദത്തത്തിൽ പ്രതീക്ഷിക്കുന്നതിന് എന്താണ് സുഹൃത്തുക്കളെ നമുക്ക് തടസ്സം? അതാണ് കാര്യം. ഇവിടെയൊക്കെ എന്താണ് ഈ മനസ്സ് തളരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് മനസ്സ് തളരുക? ഇതുവരെ ജോലി ജോലി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അയാളിങ്ങനെ ആലോചിക്കുകയാണ്, പടച്ചോനെ ഇനിയിപ്പോൾ ഒരു ജോലി എനിക്ക് എങ്ങനെ കിട്ടുക? ജോലി കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഞാൻ എൻ്റെ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുക? എങ്ങനെ ഈ മാസത്തെ കറണ്ട് ബില്ല് അടക്കുക? എങ്ങനെ ഞാൻ എന്ന് ചിന്തിക്കുക. അപ്പം നമ്മുടെ കഴിവിൻ്റെ പരിമിതികളും നമ്മുടെ കഴിവില്ലായ്മകളുമാണ് നമ്മുടെ മനസ്സിനെ തളർത്തുന്നത്. അപ്പോൾ ഇതിന് ആത്മധൈര്യം നൽകാൻ എന്താണ് ഒരു വഴി? എന്ത് വേണം? നമുക്കെവിടെയാണോ ദുർബലതയുള്ളത് അവിടെ കൈവയ്ക്കാൻ പുറത്തുനിന്ന് ഒരാൾ വേണം. അപ്പോൾ ബിസിനസ്സുകാരനായ ജ്യേഷ്ഠൻ പറയണത്, നിൻ്റെ നിത്യ ചെലവുകൾ നടന്നു പോണ കാര്യത്തിൽ നീ ബേജാറാണ് കാര്യം. ജോലി നീ അന്വേഷിച്ചോ, എൻ്റെ വീട്ടിൽ പട്ടിണിയാവില്ല. അത് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാര്യം നിൻ്റെ വീട്ടിൽ പട്ടിണിയാവില്ല, അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് ജ്യേഷ്ഠൻ പറയുമ്പോൾ സമാധാനമായില്ലേ? നമുക്ക് കഴിവില്ലാത്ത കാര്യത്തിൽ മറ്റൊരാളുടെ ഒരു സപ്പോർട്ട്, അതല്ലേ സുഹൃത്തുക്കളെ? എന്നാൽ ഒരു വിശ്വാസിക്ക് ആ സപ്പോർട്ട് ആരാണ് അറിയുന്നത്? വിശ്വാസിക്ക് ആ സപ്പോർട്ട് ആരാണ്? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുവോ അവൻ അല്ലാഹു മതി. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ? വി അൻ യഅ്തമിദ അലല്ലാഹ്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. ഫി ജൽബി മാ യൻഫഉ, അവന് ഉപകാരമുള്ള കാര്യങ്ങളെ കൊണ്ടുവരാൻ. എനിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ തരാൻ അള്ളാഹുവിന് പറ്റും. എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരുമോ അതൊക്കെ തടുക്കാനും അള്ളാഹുവിന് പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സുഹൃത്തുക്കൾ ഈ ലോകത്ത് എന്തിനെങ്കിലും കുറിച്ച് ബേജാറാവാണ്ട്, ഒന്നിനെ കുറിച്ച് ബേജാറാവാണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിലെല്ലാം ഭരമേൽപ്പിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ സുഹൃത്തുക്കൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും ആഘാതങ്ങളും അതേപോലെ പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളൊക്കെ മനുഷ്യനല്ലേ നമ്മളൊക്കെ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ചില സ്വാഭാവിക പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയകൾ എന്ത് ചെയ്യണം? നമ്മളും നിർവഹിക്കണം. മനസ്സിലായല്ലേ? നമ്മളിപ്പോൾ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെന്തുണ്ടായിരിക്കും? അതിന് ചിലക്കിടയ്ക്ക് അതിൻ്റെ ഒരു ആവിയുടെ മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? അത് പുറത്തേക്ക് പോവില്ലേ? ആ പുറത്തേക്ക് പോകാൻ വഴിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് ആലോചിക്കാം. അതൊക്കെ സംഭവിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രകൃതി തന്നെ ഉണ്ട്. നമ്മൾ കരയണത് എന്തിനാണ്? കരയുമ്പോൾ ഒരു ആശ്വാസം മനുഷ്യന് കിട്ടും. അതേപോലെ ഒരു ആശ്വാസമാണ് എന്ത് കാര്യങ്ങൾ? നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്. നമ്മുടെ മനസ്സ് പ്രതിസന്ധികളെ കൊണ്ട് താങ്ങാനാവാതിരിക്കുമ്പോൾ അതിൻ്റെ ഭാരം കുറച്ച് കൊടുക്കണം, അതിൻ്റെ വെയിറ്റ് കുറക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് ഈ കൗമാരപ്രായത്തിലൊക്കെയുള്ള മാനസിക സമ്മർദ്ദങ്ങളുടെ ഏറ്റവും വലിയ കാരണങ്ങൾ എന്താ അറിയോ? അവർക്ക് ആ ഭാരങ്ങൾ, മനോവിഷമങ്ങൾ ഇറക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ഇറക്കി വെക്കുന്നത് ആരോടാണ്? നിങ്ങൾ പാരൻസിനോടാണ്, മാതാപിതാക്കളോടാണ്. അപ്പോൾ അവരോടുള്ള ആ കമ്മ്യൂണിക്കേഷൻ നിന്ന് പോകും. അപ്പോൾ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഒരു പയ്യൻ ഗൾഫിൽ നിന്ന് എനിക്ക് കുറേ വോയിസുകൾ, നിരന്തര വോയിസുകൾ, എത്ര വോയിസാണ്, കേൾക്കാൻ കഴിയാത്തത്ര വോയിസ്. അപ്പോൾ എന്താ വെച്ചാൽ അവന് ചില പ്രയാസങ്ങളുണ്ട്. അത് വാപ്പാക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വാപ്പയും അവൻ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അവർ തമ്മിലൊരു ഇമോഷണലായി, വാഗ്വാദത്തിലായി. വാപ്പ ഫോൺ കട്ടാക്കി. അപ്പോൾ വാപ്പ ഫോൺ കട്ടാക്കുന്ന സമയം മുതലാണ് അവൻ എന്ത് ചെയ്യണത്? വോയിസ് എനിക്ക് അയക്കുന്നത്. വടന്ത പ്രശ്നം, ഇതുവരെയുള്ള അവൻ്റെ മനോവിഷമങ്ങളെ, ഗൾഫിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ഷെയർ ചെയ്യാൻ വാപ്പയുമായി പറ്റിയിരുന്നു. പക്ഷെ ഇപ്പം പറ്റണില്ല. ഇത് വീടുകളിൽ സംഭവിച്ചാൽ വലിയ പ്രതിസന്ധികളുണ്ടാവും.
അതിന് നമ്മൾ ഷെയർ ചെയ്യാന്ന് പറയാം. മക്കൾ വാപ്പനോട് ഉമ്മയോട് ഷെയർ ചെയ്യുക, ഭാര്യ ഭർത്താവിനോട് ഷെയർ ചെയ്യുക, ഭർത്താവ് ഭാര്യയോട് ഷെയർ ചെയ്യുക, സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, പരിധി വരെ നമുക്ക് മനസ്സിൻ്റെ തളർച്ചയെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ നമ്മൾ കുറച്ചൊന്ന് വ്യക്തമായി നമ്മൾ പരിശോധിച്ചാൽ അതിൽ നമുക്ക് ഇങ്ങനെ ചില ആശയങ്ങൾ കാണാൻ പറ്റും. നേരത്തെ ഓതിയ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹ വ അന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അന്നി മസ്സനിയൽ ദുർറു, എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചു എന്നുള്ള വിഷമം അള്ളാഹുവോട് പറയണം. നമ്മുടെ വിഷമം എന്താണോ അത് അള്ളാഹുവോട് അതുപോലെ പറയാം. അത് ശരിക്കും ഒരു തവസ്സുലും കൂടിയാണ്. നമ്മുടെ വിഷമം അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, നമ്മളത് പറയുക. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയുക എന്നുള്ളത് നമുക്ക് വളരെ വലിയ സമാധാനവും ആശ്വാസവും ലഭിക്കുന്നൊരു കാര്യമാണ്. അത് നമ്മൾ പറയണം. അത് പറയാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഭാര്യയ്ക്ക് ഭർത്താവോട് പറയാൻ പറ്റും, അതേപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കളോട് പറയാൻ പറ്റും, മാതാപിതാക്കൾക്ക് മക്കളോട് പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. സുഹൃത്തുക്കളെ, ഇനി ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സുകൾ തളർന്നു പോകുന്നതിൻ്റെ ചില കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആദ്യം എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ഖുർആനുമായിട്ടുള്ള ലൈവായൊരു ബന്ധം നമുക്കുണ്ടാവും. ഖുർആൻ ഇങ്ങനെ ആഴ്ചക്കോ ദിവസത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു ഖുർആൻ സംഗമത്തിന് തുടർച്ചയായി എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ മുമ്പ് നടന്നിരുന്ന ക്ലാസ്സുകൾ ആരംഭിക്കാൻ, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഖുർആനിലെ ചില ഭാഗങ്ങൾ അവരുടെ ഒരു ആത്മധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും ഒക്കെ വേണ്ടി നിരന്തരം ആഴ്ചക്കൊരു ദിവസം നമ്മൾക്ക് എല്ലാവരും എത്ര തിരക്കുള്ള ആളുകൾ ആണെങ്കിലും നമ്മളത് കേൾക്കുക. അതൊരു പ്രധാന കാര്യമാണ്. കാരണം പരലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായ ആത്മവിശ്വാസം നൽകും. കാരണം പരലോകം അങ്ങനെയാണ്. പരലോകം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ പരിക്കുകളും പ്രയാസങ്ങളും ഉണ്ടോ അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതിനൊരു പകരം നമുക്ക് തരികയാണ് പരലോകം എന്ന് പറഞ്ഞാൽ. അതായത് ജീവിതം, അപൂർണമായ ജീവിതത്തിന് എന്ത് ചെയ്യുക, പൂർണ്ണമായൊരു ജീവിതത്തെ നമുക്ക് പകരം തരിക. അതാണല്ലോ സ്വർഗം എന്ന് പറഞ്ഞാൽ. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങളെ മനസ്സ് ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് കിട്ടണം. ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ, സ്വർഗത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും കേൾക്കുമ്പോഴേ ജീവിതം അവിടെ ഉണ്ടല്ലോ, ഇതല്ലല്ലോ ശരിക്കുള്ള ജീവിതം. മനുഷ്യൻ്റെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരമാണ് സ്വർഗം. ഭയങ്കരമായൊരു പ്രതീക്ഷയാണ്, ഭയങ്കര പ്രതീക്ഷയല്ലേ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന മരണരംഗത്ത് പ്രതീക്ഷ നൽകുന്ന വാക്കുകളല്ലേ ഇത്. സമാധാനമടഞ്ഞ ആത്മാവേ, നിന്റെ രക്ഷിതാവിങ്കിലേക്ക് തിരിച്ചു പോകുക. അനാഥത്വത്തിലേക്കല്ല നീ പോകുന്നത്, നിന്റെ റബ്ബിങ്കിലേക്ക് സുരക്ഷിതമായ കൈകളിലേക്കാണ് നിന്റെ തിരിച്ചു പോക്ക്. സ്വർഗത്തിൽ പ്രവേശിക്കുക. നല്ല ദാസന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുക. സ്വർഗമെന്ന് വളരെ പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ, ഈ ബോധം നമ്മുടെ ദീനിയായ എല്ലാ ഉത്ബോധനങ്ങളുടെയും അന്തസത്തയാണ് സ്വർഗം, നരകമോചനം. അതുകൊണ്ട് നാം നിരന്തരമായ ഈ ഉത്ബോധനങ്ങളുടെ അഭാവമാണ് ഒരു പരിധിവരെ നമ്മൾ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തളർന്നു പോകാൻ കാരണം. ഇതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ ജീവിത രംഗത്ത് മനസ്സ് തളരാതെ പിടിച്ചു നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചില സംഗതികളുണ്ട് ആളുകളുടെ മനസ്സിനെ തളർത്താൻ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഒന്നെന്താ വെച്ചാൽ, മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അവലോകനങ്ങളും. അതാണ് വലിയ പ്രശ്നം. ഒരു കല്യാണം കഴിയാത്ത ഒരാൾക്ക് എന്തേ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് നാട്ടുകാരുടെ ചോദ്യമാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നമായിട്ടൊരു പെണ്ണ് വീട്ടിൽ വന്ന് നിന്നാൽ ഒരു 3 മാസം അവിടെ നിന്നോട്ടെ, പിന്നെ ശരിയായിക്കോളും. പക്ഷേ ആ 3 മാസം നിൽക്കുന്നവർക്ക് അവർക്കെല്ലാം വിഷമം എന്താ പറയുക, അയൽവാസികൾ നാളെ മുതൽ ചോദിക്കും എന്തേ ഇവള് പോകണില്ലേ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരുടെ ചോദ്യമാണ് സുഹൃത്തുക്കൾ. മറ്റുള്ളവരുടെ ചോദ്യത്തെ, നമ്മുടെ ഭാഗം ശരിയാണെങ്കിൽ മറ്റുള്ളവരുടെ ചോദ്യത്തെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, കാല ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. എൻ്റെ എല്ലാ ദുഃഖവും വേവലാതിക്ക് ഞാൻ പടച്ചവനോടാ പറയണം. നിങ്ങളറിയാത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നും എനിക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതാണ്.
എൻ്റെ വിഷമം ഞാൻ അള്ളാഹിനോട് പറഞ്ഞോളാം. എനിക്ക് എൻ്റെ അള്ള ഉണ്ട്, നിങ്ങൾ എന്തോ തീരുമാനിച്ചോളൂ, നിങ്ങൾ എന്നെ എന്തോ ചെയ്തോളൂ. അവിടെ എന്താണ് അള്ളാഹുവിലേക്ക് മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കാതെ. കാരണം ആളുകളുടെ വാക്കുകളെ നമുക്കൊരിക്കലും വേണ്ട. സത്യത്തിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു വൈകല്യമുള്ളൊരു കുട്ടിയെ ഒരു രക്ഷിതാവ് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്താണ് ശരിക്ക്? അത് മറ്റുള്ളവർ കാണും, എന്നിട്ട് അവരെ ഒരു പ്രത്യേകമായ പരിഹാസവും നോട്ടൊക്കെ എനിക്കുണ്ടാവും എന്നതല്ലേ ആ കുട്ടിയേറ്റ് പുറത്തിറങ്ങാനുള്ളൊരു ഭയം അല്ലേ? എന്നാൽ അതന്നെ അല്ലേ സംഭവിക്കുക? ആൾക്കാർ അതന്നെ ചെയ്യുക. ആൾക്കാരിങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും, ആളുകളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, അതല്ലേ ചെയ്യുക. ജനങ്ങളെ ആർക്കെങ്കിലും അത് വിചാരിച്ച് നമ്മൾ പുറത്തിറങ്ങണ്ടാൻ തീരുമാനിച്ചാൽ പറ്റും സുഹൃത്തുക്കളെ. എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ അതിനല്ലേ ആൾക്കാർ ഇങ്ങനെ ബസ് സ്റ്റാൻഡിന് ബസ് സ്റ്റോപ്പിൽ നമ്മളെ മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കല്ലേ ചെയ്യുക. അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റൂല എന്നുള്ളതല്ലേ ഒരു മിനിമം അറിവ്. പക്ഷെ അതാരാ പാലിക്കുക? അപ്പോൾ എല്ലാവരുടെയും കണ്ണ് കെട്ടിയിട്ട് നമുക്ക് അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റും. മറ്റുള്ളവരെ നമ്മൾ പരിഗണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചില തെറ്റായ അറിവുകൾ, നമ്മുടെ മനസ്സ് തളർത്തുന്ന ചില കാരണങ്ങൾ ഞാൻ പറയാം. തെറ്റായ അറിവുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ OCD പോലുള്ള അസുഖമുള്ള ആൾക്കാരുണ്ട്, വസ്വാസ്. അവർക്കെന്താ വെച്ചാൽ കർമ്മങ്ങളിൽ സംശയം ഉണ്ടാകുന്ന പോലെ തന്നെ വിശ്വാസത്തിൽ സംശയം വരും. ഏത് ഒളിർത്ത് നേരായോ, കുളിച്ചത് നേരായോ എന്നൊക്കെയുള്ള സംശയം പോലെ തന്നെ നിൻ്റെ ഈമാൻ പോയോ, ഞാൻ നിരീശ്വരവാദിയായോ, ഞാൻ യുക്തിവാദിയായോ, ഞാൻ ദൈവനിഷേധിയായോ, ഞാൻ മുഷിരിക്കായോ. എന്നിട്ട് ഇവരിങ്ങനെ ഇടയ്ക്ക് ഷഹാദത്ത് കലിമ ചെല്ലും, പിന്നെയും മനസ്സിൽ വരുമ്പോൾ പിന്നെയും ഷഹാദത്ത് കലിമ ചെല്ലും, പിന്നെയും പോയി കുളിക്കും, പിന്നെയും ഷഹാദത്ത് കലിമ ചെല്ലും. ആലോചിക്കുക നിങ്ങൾ, ഒരു വിശ്വാസിയായ ഒരാൾ ഞാൻ അവിശ്വാസിയായോ എന്നൊക്കെ മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ ടെൻഷൻ എത്രയായിരിക്കും? അപ്പോൾ അത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കേണ്ടതാണ്. അതായത് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ രോഗമാണ്. എല്ലാ രോഗികൾക്കും ഒരു ഇളവുണ്ട് അല്ലേ? രോഗികൾക്ക് ഇളവില്ലേ? നോമ്പിൻ്റെ പച്ചപ്പകൽ അവർക്ക് എന്ത് ചെയ്യും? നോമ്പ് ഒഴിവാക്കാം രോഗിയാണെങ്കിൽ അല്ലേ? വെള്ളം തൊടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തേമം ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഇളവുണ്ട് രോഗികൾക്ക്, രോഗത്തിന് എന്ന പോലത്തെ ഒരു രോഗമാണ് ഈ OCD. ഒരു രോഗമാണ്, വസ്വാസം ഒരു രോഗമാണ്. അപ്പോൾ അതിൽ ആ രോഗിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇനി എത്ര വായിച്ചാലും എത്ര പഠിച്ചാലും ഈ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സംശയത്തെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാൽ, നമുക്ക് നമ്മൾ ഈമാൻ എന്തെങ്കിലും അവിശ്വാസ തോന്നലുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ടെൻഷൻ വരാൻ കാരണം നമുക്ക് ഈമാൻ ഉള്ളതുകൊണ്ടാണ്. ഒരു യുക്തിവാദത്തേക്ക് പോയ ഒരുത്തന് യുക്തിവാദ ചിന്ത വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. അവൻ്റെ ശരിയാണെന്ന് അവൻ വിശ്വസിക്കുന്നത്. ഇത് ശരിയല്ലാതെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ തെറ്റായ വിശ്വാസം അവൻ്റെ മനസ്സിൽ തോന്നിയാൽ അവനാകെ ടെൻഷനാവും. അപ്പോൾ ഒരു അറിവില്ലായ്മയിൽ നിന്നാണ് ടെൻഷൻ വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് വിവരമില്ലായ്മ കൊണ്ട് പലപ്പോഴും എന്തുണ്ടാവും? ഇത്തരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് കാര്യമാണ്. അതേപോലെ തന്നെ തെറ്റായ ചില വിചാരങ്ങൾ. ഇപ്പോൾ നോക്കുക നിങ്ങൾ, ഈ കൊറോണ ബാധിച്ച് ക്വാറന്റൈനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് കുറേ സംശയങ്ങളാണ്. അതായത് ആരോഗ്യരംഗത്തെക്കുറിച്ചും ഈ വൈറസിനെ കുറിച്ചും ഒന്നും അറിയാത്തത് കൊണ്ടുള്ള കുറേ ഡൗട്ട്സാണ്. ഈ ഡൗട്ട്സിൻ്റെ ഒരു ഭീകരതയിൽ അവരെന്താ വിചാരിച്ചാൽ ഇങ്ങനെ ജീവിക്കും. ഇപ്പോൾ സദാ ഒരു കഫക്കെട്ടും ഒരു തൊണ്ടവേദനയും ഇതുകൊണ്ടുള്ള തൊണ്ടവേദനയും തിരിച്ചറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വേവലാതി ഉണ്ടാവും. ഏത് തൊണ്ടവേദന വരുന്നവനും ഇതെന്തായിരിക്കും? ഇത് കൊറോണയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ടെൻഷനായി വറച്ച് ഇടങ്ങാറായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊരു അറിവ് പ്രധാനമാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങളെ എന്ത് ചെയ്യുക? നമ്മൾ മതപരമായ സംശയമാണെങ്കിൽ അത് മതത്തെക്കുറിച്ച് അറിയുന്നവരോട്, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് അറിയുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കണം. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഒരാൾ അനുഭവിക്കുന്ന ടെൻഷൻ. അത് ആ പ്രശ്നത്തെ ശരിയായി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് രോഗഭീതികൾ നമുക്ക് ഉണ്ടാകാൻ, നമുക്ക് രോഗത്തെക്കുറിച്ച് അറിയില്ല. രോഗത്തെക്കുറിച്ച് അറിയില്ല നമുക്ക്, മനസ്സിലായി? ഇപ്പോൾ നമുക്ക് വേദന വരുമ്പോൾ അടിവയറ്റിൽ വേദന വരാം, മുകളിലെ വയറ്റിൽ വേദന വരാം. മുകളിലാണെങ്കിൽ ആമാശയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളേക്ക്, അടിയിലാണെങ്കിൽ വേറെ നമ്മുടെ കിഡ്നി ആയിട്ടോ അല്ലെങ്കിൽ യൂറിൻ്റെ ബ്ലാഡറൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളേക്ക്. ഇത് രണ്ടൊന്നും തിരിച്ചറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും നിങ്ങൾ, ഒരു സാധാരണ നെഞ്ചുവേദനയും ഒരു അറ്റാക്കിൻ്റെ സമയത്തുള്ള വേദനയും തിരിച്ചറിയാതെ എന്തൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. ആളുകൾ ഓരോ ഭീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ വേദനയ്ക്കുള്ള പ്രാർത്ഥനയിൽ പറയേണ്ടല്ലോ, ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്ന് 3 പ്രാവശ്യം പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബി ഖുദ്റതിക മിൻ ശർരി മാ അജിദു വഹാദു. മാ അജിദു പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതിൽ നിന്ന് അള്ളാഹു ഞാൻ രക്ഷ ചോദിക്കുന്നു. വഹാദു പറഞ്ഞാലോ ഞാൻ ഭയപ്പെടുന്ന, ഈ മൂലം ഉണ്ടാകുന്നു പേടിക്കുക. അത് ശരിക്ക് രോഗങ്ങളല്ല മനുഷ്യൻ്റെ പ്രശ്നം, ആ രോഗത്തിൻ്റെ അനുബന്ധ ഭീതികളാണ് നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയുന്നത്. അതുകൊണ്ട് ചോദിക്കുക, മനസ്സിലാക്കുക, പരിശോധനകൾ വിധേയമാകുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ കാര്യത്തിലുള്ള ആശങ്കകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചില ആളുകൾക്ക് മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങൾ കാരണം മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളാണ് അല്ലേ? ഇപ്പോൾ മക്കൾ വഴിതെളിച്ച് പോകുമ്പോൾ, മക്കൾ ലഹരിക്ക് അടിമയാകുമ്പോൾ, മക്കൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ ഉമ്മാർക്ക് ടെൻഷൻ വരും.
നമ്മൾ ടെൻഷൻ ഉണ്ടായിക്കോട്ടെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ആ ടെൻഷൻ കൊണ്ടൊക്കെ എന്താ പറയുക ജീവിതം തന്നെ തകർന്നു പോകുക എന്നുള്ളത് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അല്ലെങ്കിൽ ഭാര്യൻ്റെ അനുസരണക്കേട് കൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എന്താ പറയുക നമുക്ക് വല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് നമുക്ക് ശരിയാക്കാം. മറ്റുള്ളവർ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ഉമ്മക്ക് നിസ്സഹായതല്ലേ? ആ കുട്ടി കഴിക്കണില്ലെങ്കിൽ എന്താ കാട്ടുക? കുറേ കഥയും പാട്ടൊക്കെ പാടിയിട്ടൊക്കെ കൊടുത്തിട്ടും കഴിക്കണില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഒരാളുടെ കാര്യത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പരിമിതികളുണ്ട് അത്ര. അപ്പോൾ അതിന് വേണ്ടി ടെൻഷൻ അടിച്ചാൽ ചിലപ്പോൾ എന്താ പറയുക നമ്മളാകെ തകർന്നു പോകും. അതൊരു വിധിയാണെന്ന് വിചാരിക്കുക, നമ്മുടെ കഴിയുന്ന പരിശ്രമങ്ങൾ പരിശ്രമിക്കുക, ബാക്കി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാര്യം. അതേമാതിരി ജീവിത പരീക്ഷണങ്ങളാണ്. ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങൾ വരും. അപ്പോൾ എന്താ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം, മുൻകൂട്ടി മാക്സിമം പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഒരു മിനിമമൊക്കെ സംഭവിക്കുള്ളൂ. അതൊന്നും ഇല്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലേ സുഹൃത്തുക്കളെ പ്രതിസന്ധികൾ അല്ലേ? ഭാര്യയെക്കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞില്ലേ? എന്താ ഒരു കുടുംബജീവിതത്തിൽ വരാവുന്നത്? ഇതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ എന്താണ്? ഒരാൺകുട്ടി ജീവിതത്തിൽ കൊതി തീരുന്നതിന് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു പോയില്ലേ ഇബ്രാഹിം? ഒരാൺകുട്ടിയുടെ മരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയല്ലേ അത്? എത്രയെത്ര യുദ്ധരംഗങ്ങൾ, എത്ര കുറഞ്ഞ കൊല്ലം കൊണ്ടാണ് ഈ പ്രതിസന്ധി നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ 63-ാമത്തെ വയസ്സിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഈ പ്രതിസന്ധികൾ എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ എന്താ സംശയം? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിത പരീക്ഷണങ്ങൾ ഉണ്ടാവില്ലെന്ന് വിചാരിക്കരുത്, ഉണ്ടാകുമെന്ന് വിചാരിച്ചോളി. എന്നാൽ താരതമ്യം എനിക്ക് കുറവാണ്. ഒരു ഉരവേദന വരുമ്പോൾ ഒരേയും തളർന്ന് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, തീച്ചടക്കാൻ എനിക്ക് പ്രശ്നമില്ല എന്ന് ആലോചിക്കുക, അത് മാത്രമേ പരിഹാരമുള്ളൂ. അതേപോലെ തന്നെ ചെയ്തു പോയ തെറ്റുകൾ, മനസ്സിനെ തളർത്തുന്ന ചിന്തകളാണ് ചെയ്തു പോയ തെറ്റുകൾ. ഒന്നും ചെയ്യാനില്ല, കാരണം ചെയ്തു പോയില്ലേ. ഇനി നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുക, സ്വതക്കകൾ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അല്ലാതെ സുഹൃത്തുക്കളെ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചതിന് എന്താ കാര്യം? ചെയ്തു പോയ തെറ്റിൽ ടെൻഷൻ അടിച്ചിട്ട് തളർന്നു പോയ ആളുകളുണ്ട്. ഇപ്പോഴും ഒരു പുതിയ നന്മ ചെയ്യാൻ പോലും മനസ്സിന് ആത്മധൈര്യം കിട്ടാത്ത രൂപത്തിൽ ആളുകളുണ്ട്. പിന്നെ വേറൊന്നും പറയാൻ മനസ്സിലാക്കുന്നത് മനസ്സിൻ്റെ രോഗാവസ്ഥ, രോഗം കൊണ്ട് വരുന്ന കുറേ ടെൻഷനുകൾ. അതിന് മരുന്ന് തന്നെ വേണം. മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ട കാര്യങ്ങൾക്ക് മരുന്ന്, അതിന് ശരിയായ മരുന്ന് കൊടുക്കാതെ മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ട ഒരാളെ വേറെ എന്ത് നമ്മൾ ചെയ്താലും അത് ചിലപ്പോൾ സുഖമായി വന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ ജീവിതത്തിൽ മിനിമം ചെയ്യാത്ത ആൾക്കാർ, ഒരു ടെൻഷൻ എപ്പോഴും ഇങ്ങനെ ഒരു കാരണമില്ലാതെ ടെൻഷൻ വരിക, ഒരു പ്രശ്നമില്ല എന്നാൽ ഒരു ടെൻഷൻ, ഒരു ഭയമൊക്കെ. എന്താ പറയുക, മിനിമം ചെയ്ത് രാത്രി നിസ്കാരത്തിൽ ഒരു 3 റക്അത്ത് വിത്തരങ്ങൾ നിസ്കരിക്കുക, രാവിലെ വൈകുന്നേരം ദിക്റുകൾ ചെല്ലുക, 5 നേരം നിസ്കാരം വക്തിന് ചെയ്യുക, കുറച്ച് ഖുർആൻ പാരായണം ചെയ്യുക. ഇതൊക്കെ വളരെ പ്രധാനമാണ്. മിനിമം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ അന്ധവിശ്വാസങ്ങളാണ്. അന്ധവിശ്വാസം അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഒരു ചെറിയ ശതമാനം അന്ധവിശ്വാസം. നല്ല തൗഹീദ് മുവഹീദൊക്കെ പറയുന്ന ആൾക്കാരിലുണ്ട്. ഇത് രാവിലെ അടുക്കളയ്ക്ക് വന്ന് പാത്രം കഴുകാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒരു ഗ്ലാസ്സാണ് പൊട്ടി, മനസ്സിലായില്ലേ? കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ പാലടുപ്പത്ത് വെച്ച് പാകം തിളച്ച് പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ കുട്ടിയൊന്ന് വീണിട്ട് ചെറിയൊരു മുറിവായി. ഒക്കെ ഒരു ദിവസമാണ്. അപ്പോൾ തന്നെ പിന്നെ ഭർത്താവ് പുറത്തു പോയിട്ട് ഒരു ഫോൺ ഞാൻ ബേക്കുമ്പോൾ ചെറുതായി സ്ലിപ്പായി, കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ ഒരു 5-8 കാര്യങ്ങൾ ഒന്നിച്ച് കേൾക്കുമ്പോഴേ എന്താ ഇന്നത്തെ ദിവസത്തിനൊരു പ്രശ്നമുണ്ടോ നമ്മുടെ മനസ്സൊക്കെ തോന്നും. അതാ ഈ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭീതിയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സത്യത്തിൽ ഇതൊക്കെ എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ അധികം അങ്ങേറ്റം മാനസിക സംഘർഷം അനുഭവിച്ചൊരു ദിവസമാണ് എന്താ പറയുക, പിന്നെ നമ്മൾ ഇവിടെ ഒരു ധാരാളം വീടുകൾ പിന്നെ മണ്ണിനടിയിലായി, 59-60 ആളുകൾ എന്ത് ചെയ്തു മണ്ണിനടിയിലായതിൻ്റെ ഒരു വിഷമം ഇങ്ങനെ പത്രത്തിലേക്ക് ന്യൂസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അതേ സന്ദർഭത്തിലാണ് എന്തായത്, കരിപ്പൂർ വൈകുന്നേരം രാത്രി സമയത്ത് എന്ത് ചെയ്തു വിമാനം വീണു. അതൊക്കെ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു ദുരന്തമല്ലേ നമ്മുടെ നാട്ടിൽ, വിമാന ദുരന്തം എന്നുള്ളത്. അത് കേട്ടു. പിന്നെ അതോടനുബന്ധിച്ച് എന്ത് ചെയ്യും, പിന്നെ ഈ രോഗസംബന്ധമായ വ്യാപനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ ഒന്നിച്ചിങ്ങനെ വരാനുള്ള കാരണം എന്ന് ചിന്തിക്കൂലേ. അപ്പോൾ നമ്മളിങ്ങനെ മഴ പെയ്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ മഴ പെയ്തത് തന്നെയാണ് ഒരു പക്ഷേ വിമാനം സ്ലിപ്പാവാൻ കാരണം. ഇപ്പോൾ മഴയല്ലായിരിക്കും അല്ലേ, ലാൻഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾക്ക് മഴ ഒരു കാരണമാണെന്ന് എല്ലാവരും പറയുന്നു. അതേ മഴ തന്നെയാണ് എന്തിനു കാരണം, അവിടെ മണ്ണിടിച്ചിലും ആളുകൾ മണ്ണിനടിയിൽപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായൊരു സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന 10-20 സംഭവങ്ങളെ കൂട്ടി വായിച്ച് ഇതെന്തോ ഒരു ദുരന്ത കാലഘട്ടമാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണത്? നിമിത്തങ്ങളെ നേർക്കുനേരെ കാണുന്നു, കാരണങ്ങളെ നേർക്കുനേരെ കാണുന്നു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീട്ടിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും
നമ്മൾ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും, ആ കാരണങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാരണങ്ങളെ മനസ്സിലാക്കാതെ ഇതൊക്കെ എന്തോ ഇപ്പോൾ ശാപമാണ്, എന്തോ വിധിദോഷമാണ്, എന്തോ പിശാചുബാധയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കരമായ ടെൻഷൻ. കാരണം അതിൻ്റെ പരിഹാരങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും പരിഹാരമില്ലാത്ത കാര്യങ്ങൾ, കാലത്തിന് നിയന്ത്രണം, സമയത്തിന് നിയന്ത്രണം, ഇതൊക്കെ അള്ളാൻ്റെ കയ്യിലല്ലേ. ഇങ്ങനത്തെ കാര്യങ്ങളുടെ പേരിലൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഇതിൽ. മാരണം, എന്തു വന്നാലും എനിക്ക് സീറ് ബാധിച്ചതാണോ മറ്റതാണോ മറിച്ചതാണോ വിചാരിക്കുക, എന്നിട്ട് ടെൻഷൻ അടിക്കുക, കുറേ ആളുകളെ ശത്രുക്കളായി കാണുക, മനസ്സിലായി, ശകുനം, ശാപം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആളുകളുടെ മനസ്സിലുള്ളതുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വെക്കുന്ന ഏതെങ്കിലും കണ്ണീർ തട്ടിയതാണോ, കണ്ണീർ തട്ടാം, പക്ഷേ എല്ലാം അതാണെന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ട്. ഞാനെങ്കിൽ തന്നെ എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാനുള്ള പ്രാർത്ഥനകളും ദിക്റുകളും ചെല്ലുക, സൂറത്തുകൾ ഓതുക എന്നതിൽ കവിഞ്ഞ് വേറെന്താ ചെയ്യാനുള്ളത്? അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ മനസ്സ് തളരുന്ന ഇത്തരം കാരണങ്ങളെ നമ്മൾ എന്തിനും ഉപേക്ഷിക്കണം. പരിഹാരങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്തരം മനസ്സ് തളരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സഹോദരങ്ങളെ, ഈ വ്യാകുലമായ ചിന്തകളും മനസ്സ് തളരുന്ന പ്രയാസങ്ങളുള്ള ആളുകൾ വെറുതെ ഇരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാനൊക്കെ പണ്ട് വയസ്സായ ആളുകൾക്ക് ചിലപ്പോൾ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടായിരിക്കും. കുറച്ചൊരു പ്രായം കഴിഞ്ഞാൽ ചെറിയ അസുഖങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ആൾക്കാർ ചിന്തിക്കാരോ, ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോന് നല്ല പണമുണ്ട്, ഞാൻ അപ്പോൾ അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ വെറുതെ ഇരിക്കുക. രാവിലെ എഴുന്നേൽക്കുക, സുബഹിസ്കരിക്കുക, പിന്നെയും കുറച്ച് നേരം കടന്നുറങ്ങുക, പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുക, പിന്നെ കുറേ സമയം അങ്ങോട്ട് കൂടും പത്രമൊക്കെ നോക്കിയിരിക്കുക, മൊബൈലിൽ നിന്ന് കേൾക്കുക, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക. ഞാൻ പറഞ്ഞത് ആ വ്യക്തിനോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് വല്ല ഉപകാരമുണ്ടോ? വീട്ടുകാർക്കുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വല്ല ഒരു ഉപകാരമില്ലാതെ ഒരാൾ ജീവിച്ചാൽ അത് മതി സുഹൃത്തുക്കൾ രോഗിയാവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീയാണോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അടുക്കളയിൽ ചെയ്ത് കൊടുക്കുകയും എന്തെങ്കിലും ഒരു സഹായം അല്ലേ. ഞാൻ പറഞ്ഞപ്പോൾ ഒരു കുമ്പിട്ടൊരു ചൂല് കൊണ്ട് അടിക്കാൻ പറ്റില്ലെങ്കിൽ നിവർന്ന് നിന്ന് അടിക്കാൻ പറ്റിയ ചൂലില്ലേ? ആർക്ക് നടക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു നിലം വൃത്തിയാക്കി കൂടെ, ഒരു മുറ്റം വൃത്തിയാക്കി കൂടെ? അപ്പം നമ്മൾ ആ വീട്ടിൽ ആ മുറ്റം ഞാനാണ്ട് വൃത്തിയാക്കി കൊടുക്കുന്നത് ഒരു ആത്മസംതൃപ്തിയാണ്, ആ വീട്ടിലേക്കൊരു ആശ്വാസമാണ്, മനസ്സിലായി. ഇല്ലെങ്കിൽ ആ കുട്ടിനെ ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മുടെ ഏത് പ്രായത്തിലും, ചില ആളുകളൊക്കെ ഡിഗ്രി എടുത്തിട്ടേ ജോലിക്ക് കാത്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് കാത്തിക്കണം സുഹൃത്തുക്കളെ, എന്ത് ജോലി നമ്മൾ ചെയ്യണം. കാരണം ഡോക്ടറേറ്റ് എടുത്തൊരു ലേഡിനെ വലിയ വൈറലായ കാര്യമില്ല അത്. ഒരു ലേഡി അവർ പച്ചക്കറി മാർക്കറ്റിൽ ജോലി ചെയ്യണ കണ്ടില്ല നമ്മൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇപ്പോൾ അത് ഏറ്റവും പുതിയ ഒരു ലേഖനം ഇന്നത്തെ പത്രത്തിൽ ലേഖനം വായിച്ചില്ലേ, എന്ന് വെച്ചാൽ പ്രവാസികൾ തിരിച്ചു വരുന്നൊരു ആശങ്ക വേണ്ട, വ്യത്യസ്ത കഴിവുകളുള്ള ആൾക്കാരെ വരുന്നത്. ഓരോ കഴിവുകൾ നമ്മുടെ കേരളത്തിൻ്റെ ഈ ദേശത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ ഗൾഫിൽ നിന്ന് കിട്ടിയതിനേക്കാളും വലിയ സാമ്പത്തിക നേട്ടത്തിലേക്ക് കേരളം തിരിച്ചു വരുന്നതാണ് ഇപ്പം ഇന്ന് ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ ലേഖനം ഇന്നത്തെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എല്ലാറ്റിനും നിഷ്ക്രിയമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ആക്റ്റീവ് ആവണം. ജോലി ഇല്ലാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവും, വ്യായാമം ഇല്ലാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവും. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും എന്ന് പറയലില്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും ഒന്നതാണ് പരിഹാരം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് വിഷയത്തിലാണോ ക്ലാരിറ്റി ഇല്ലാത്തത് അത് ക്ലാരിറ്റി ഉണ്ടാക്കണം. അവ്യക്തതകളിൽ ജീവിക്കരുത്, വ്യക്തത വേണം എന്തിലും. നമ്മുടെ ദീനീ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലും വ്യക്തത വേണം. അപ്പോൾ ആ വ്യക്തത ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാര്യത്തെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. പല രോഗികൾക്കും രോഗമുണ്ട്, ആ രോഗം അയാളോട് പറയണം, അയാൾക്ക് വ്യക്തത വന്നോട്ടെ, എന്നിട്ട് അതിനെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളും അതിന് പ്രാർത്ഥിക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. വ്യക്തത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഫദ്കുറൂ അലാ അല്ലാഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിജയിക്കാൻ പറ്റും. സൂറത്ത് അറാഫ് 69 നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളൊരിക്കലും നെഗറ്റീവായി ചിന്തിക്കരുത്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള വിഷമങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ആലോചിക്കാതിരിക്കുക. അനുഗ്രഹങ്ങളെക്കുറിച്ച് വല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ചിന്തിച്ചാൽ കിട്ടും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക. അത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. ഫദ്കുറൂ അലാ അല്ലാഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കൂ, നിങ്ങൾ വിജയിച്ചേക്കും എന്നാണ് വേണം. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പ്രാർത്ഥന എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്കുണ്ടാകും. അത് പലതരത്തിൽ പ്രാർത്ഥനകൾ, ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുന്നിട്ട് പ്രാർത്ഥിക്കുക, നമ്മൾ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാം അതുകൊണ്ട് എന്ത് ചെയ്യും പറ്റും. പിന്നെ എപ്പോഴും നല്ലത് വിചാരിക്കുക.
ലാ തഹ്സബു ഷർറൻ ലക്കും, നിങ്ങൾക്ക് പിന്നെ തിന്മയാണെന്ന് നിങ്ങൾ വിചാരിക്കുക, നന്മയാണെന്ന് വിചാരിക്കണം. ആ ഹദീസ് വളരെ വലിയൊരു ഹദീസാട്ടോ. ഈ ഒരു ഹദീസ് മാത്രം മതി. അന ഇന്ദ ഹുസ്നി ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് വിചാരിക്കുന്ന നല്ല വിചാരത്തോടൊപ്പമാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ജോലി കിട്ടും, എൻ്റെ അസുഖങ്ങളൊക്കെ മാറും, എനിക്ക് സ്വസ്ഥത വരും, എൻ്റെ മക്കളൊക്കെ നന്നാവും. ഇങ്ങനെ നല്ലത് വിചാരിച്ചാൽ അത് അല്ലാഹ് ഇങ്ങനെ സാക്ഷാത്കരിച്ച് തരും. എന്നാൽ വൈൻ ലന്നബി ഹൈറൻ ഫലഹു, നന്മ വിചാരിച്ചാൽ അത് അവന് കിട്ടും. വൈൻ ലന്നബി ഷർറൻ, എന്നെക്കുറിച്ച് ചീത്ത വിചാരിച്ചാലോ ഫലഹു, ആ ഷർറ വരിക. അപ്പോൾ ഒരാൾ വിചാരിക്കുക ഞാൻ രോഗി തന്നെ ആയിരിക്കും, എനിക്കിനി ഒരു നന്മ വരില്ല, എനിക്കിനി വയസ്സായി, എനിക്കിനി നീക്കാൻ വയ്ക്കൂല പറഞ്ഞാൽ ഒന്നിനെ നീക്കലുണ്ടാവില്ല. നല്ലത് വിചാരിച്ച് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകും. പിന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. ഏത് പ്രതിസന്ധിക്കും ഒരു പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ, ഖുർആൻ്റെ പാരായണം നമ്മൾ വർദ്ധിപ്പിക്കാം. അത് വിശ്വാസികൾക്ക് കാരുണ്യമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഉത്ബോധനങ്ങളും പഠനങ്ങളും നമ്മൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക. ഒരു ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കാതിരിക്കുക, നേർച്ച നേരാതിരിക്കുക, അള്ളാഹുലേക്ക് അടുക്കുക, ശുഭപ്രതീക്ഷയോടുകൂടെ കാണും. തീർച്ചയായും എന്തെല്ലാം പ്രതിസന്ധികളോടുകൂടെയാണോ നിങ്ങൾ മനസ്സ് ഇത് കേട്ടത്, എന്തെല്ലാം മാനസിക തളർച്ചയോടാണ് ഈ വാക്കുകൾ കേട്ടത്, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷാ അല്ലാഹ് പരിഹാരമുണ്ടാകാൻ ഈ ആശയങ്ങൾക്ക് പറ്റും. നമ്മളത് വീണ്ടും വീണ്ടും കേൾക്കുകയും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. സുഹൃത്തുക്കളെ, നമ്മൾ പ്രാദേശികമായി പെരിന്തൽമണ്ണ പരിസരങ്ങളിലെ ആളുകൾക്ക് ദീൻ പഠിക്കാനുള്ള അവസരങ്ങളാണ്ട് ഒരു തുടക്കമാണ് ഈ ഖുർആൻ സംഗമം. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ചകൾ തൊട്ട് നമ്മൾ പിന്നെ ഖുർആൻ പഠനത്തിൽ നമുക്ക് ആവശ്യമുള്ള ചില പ്രത്യേക ഖുർആൻ്റെ ഭാഗങ്ങൾ എടുത്ത് പഠിപ്പിക്കുന്ന ഒരു പുതിയ സംരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പഴയ ക്ലാസ്സുകൾ നമ്മൾ തുടരും. ഇപ്പോൾ എല്ലാവർക്കും, ഇതുവരെ പഠിതാക്കളായവർക്കും ആകാത്തവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പറയുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ മുഷിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ഉല്ലാസത്തിനും ഉന്മേഷത്തിനും വേണ്ടി നമ്മൾ കളിച്ചങ്ങാടമുണ്ട് ഈ 30-ാം തീയതി. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽ ഒട്ടേറെ നന്മകളുടെ ഇവിടെ സ്ഥാപിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വിസ്ഡം അറബിക് അക്കാദമി. അൽഹംദുലില്ലാഹ് 3-ാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കാൻ ഡിഗ്രി കൂടെ ഈ വർഷമുണ്ട്. നമ്മുടെ പള്ളിയോട് ചേർന്ന് പുതിയതായി എടുത്ത സ്ഥലത്ത് കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. SLC കഴിഞ്ഞ ഏതാനും ചില കുട്ടികൾക്ക് കൂടെ അതിൽ ചേരാൻ, പെൺകുട്ടികൾക്കാണ്. പിന്നെ അവിടുത്തെ +2-ന് അറബിക് +2-ന് പ്രിലിമിനറിക്ക് ചേരാൻ അവസരമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു ദീനിൻ്റെ രംഗത്ത് കൂട്ടായി പ്രവർത്തിക്കുവാനും നമ്മുടെ നാടിനെ ദീനി രംഗത്ത് എല്ലാ അർത്ഥത്തിലുമുള്ള അറിവാളുകൾക്ക് പകർന്നു കൊടുക്കാൻ ഇത്തരം സംരംഭങ്ങൾ വിജയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി.